ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ബ്രാഞ്ചസ്, കോൾസ് ആൻഡ് റിട്ടേൺസ് ആണ്. ബ്രാഞ്ചസ്, കോൾസ്, റിട്ടേൺസ്. അപ്പോൾ എന്താണെന്ന് നോക്കാം. These break the sequential flow of instructions by transferring control to another location in program memory. അപ്പോൾ നമ്മളിങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതിനൊരു ബ്രേക്ക് കൊടുത്തിട്ട് വേറെ എങ്ങോട്ടോ എങ്കിലും വേറെ ഏതെങ്കിലും സബ് റൂട്ടീനോ അങ്ങനെ വേറെ എന്തിലേക്കെങ്കിലും അതിൻ്റെ ഫ്ലോ ട്രാൻസ്ഫർ ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസാണ് ബ്രാഞ്ചസ്, കോൾസ്, റിട്ടേൺസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ആ ഒരു സീക്വൻഷ്യൽ ഫ്ലോയിൽ ഒരു ചേഞ്ച് വന്നിട്ട് എന്ത് ചെയ്യും, നമ്മളെ പ്രോഗ്രാം എക്സിക്യൂഷൻ വേറൊരു സ്ഥലത്തോട്ട് പോവും. പിന്നെ അതിനകത്തുനിന്ന് തിരിച്ച് നമ്മൾ ഒറിജിനൽ ഇതിലോട്ട് വേറെ ഇൻസ്ട്രക്ഷൻസ് വഴി നമ്മൾ എന്ത് ചെയ്യും, വരും. ഓക്കെ, എ ബ്രാഞ്ച് ഓൺലി ട്രാൻസ്ഫേഴ്സ് കൺട്രോൾ ടു ദ ന്യൂ ലൊക്കേഷൻ. ബ്രാഞ്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ലൊക്കേഷനിലോട്ട് കൺട്രോൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ. വേറെ തിരിച്ച് വരവ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വരുന്നില്ല. ആ ഫ്ലോയ്ക്ക് ട്രാൻസ്ഫർ ചെയ്യുക, വേറൊരു ലൊക്കേഷനിലോട്ട് ആ ഫ്ലോ ട്രാൻസ്ഫർ ചെയ്യുക, അത് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ബ്രാഞ്ച് എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ ചെയ്യുന്നുള്ളൂ. ഓക്കെ, കോളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എ കോൾ ഓൾസോ സേവ്സ് ദ റിട്ടേൺ അഡ്രസ്സ്. അവിടെ റിട്ടേൺ അഡ്രസ്സ് സേവ് ചെയ്യുന്നുണ്ട്. ദ അഡ്രസ് ഓഫ് ദ ഇൻസ്ട്രക്ഷൻ ഫോളോയിങ് ദ കോൾ ടു ദ ടോപ്പ് ഓഫ് ദ ഹാർഡ്വെയർ സ്റ്റാക്ക്. നമ്മൾ നേരത്തെ സ്റ്റാക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാക്കിൽ ടോപ്പിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റിട്ടേൺ അഡ്രസ്സും കൂടി സേവ് ചെയ്യുന്നുണ്ട്. കോൾ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ബ്രാഞ്ചിൽ അങ്ങനെ റിട്ടേൺ അഡ്രസ്സ് ഒന്നും സേവ് ചെയ്യുന്നില്ല. ഓൺലി ട്രാൻസ്ഫേഴ്സ് ദ കൺട്രോൾ ടു ദ ന്യൂ ലൊക്കേഷൻ. ഓക്കെ, അടുത്തത് വരുന്നത് every called subroutines or interrupt service routine is concluded with a return instruction which pops the return address of the stack and back into the program counter. ഓക്കെ, നമുക്കറിയാം ഒരു സബ് റൂട്ടീനോ അല്ലെങ്കിൽ ഇൻട്രപ്റ്റ് സർവീസോ ഏതാണെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ലാസ്റ്റിലായിട്ടൊരു റിട്ടേൺ ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും. അങ്ങനെ ആ ഇൻസ്ട്രക്ഷൻ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ ഈ സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആ വരുന്ന നെക്സ്റ്റ് അഡ്രസ് ലൊക്കേഷൻ എന്ത് ചെയ്യും, പോപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അത് പ്രോഗ്രാം കൗണ്ടറിലോട്ട് എന്ത് ചെയ്യും, ലോഡ് ചെയ്യും. ഓക്കെ, അങ്ങനെ നമുക്ക് മെയിൻ പ്രോഗ്രാമിലോട്ട് കൺട്രോൾ പോകും. ഇനി C24x 2 ടൈപ്സ് ഓഫ് ബ്രാഞ്ചസ്, കോൾസ് ആൻഡ് റിട്ടേൺസ്. രണ്ട് ടൈപ്പ് ഉണ്ട്, അൺകണ്ടീഷണൽ ആൻഡ് കണ്ടീഷണൽ. അൺകണ്ടീഷണൽ എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണൽ ബ്രാഞ്ച്, കോൾ ഓർ റിട്ടേൺ ഈസ് ഓൾവേസ് എക്സിക്യൂട്ടഡ്. എപ്പോൾ വേണമെങ്കിലും എക്സിക്യൂട്ട് ചെയ്യാം. കണ്ടീഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എക്സിക്യൂട്ടഡ് ഓൺലി ഇഫ് സെർട്ടൻ സ്പെസിഫൈഡ് കണ്ടീഷൻസ് ആർ മെറ്റ്. എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യുക, ആ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൂ. അതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, കണ്ടീഷണൽ ബ്രാഞ്ച്, കോൾ ഓർ റിട്ടേൺ എന്ന് പറയുന്നത്. അൺകണ്ടീഷണൽ ആണെങ്കിൽ ഓൾവേസ് എക്സിക്യൂട്ട് ചെയ്യും. കണ്ടീഷണൽ ആണെങ്കിൽ ആ സ്പെസിഫിക് കണ്ടീഷൻ മെറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഓക്കെ, ഇതാണ് രണ്ട് ടൈപ്പ് ബ്രാഞ്ച്, കോൾ ആൻഡ് റിട്ടേൺ ഇൻസ്ട്രക്ഷൻസ് വരുന്നത്. ഇനി ദ അൺകണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ് ആർ ബി ആൻഡ് BACC. അൺകണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസിന് ഏതൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ ബി എന്ന് പറയുന്നത് ബ്രാഞ്ച്, BACC എന്ന് പറയുന്നത് ബ്രാഞ്ച് ടു ലൊക്കേഷൻ സ്പെസിഫൈഡ് ബൈ ദ അക്യുമുലേറ്റർ. ഇത് രണ്ടുമാണ് എന്ത് വരുന്നത്, അൺകണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ് വരുന്നത്. ഇനി അടുത്തത് വരുന്നത് അൺകണ്ടീഷണൽ കോൾ ഇൻസ്ട്രക്ഷൻസ് ആണ്. അൺകണ്ടീഷണൽ കോൾ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് അതിനകത്ത് വരുന്നത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൾ, CALL കോൾ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷനും പിന്നെ വരുന്നത് CALA കോൾ സബ് റൂട്ടീൻസ് അറ്റ് ലൊക്കേഷൻ സ്പെസിഫൈഡ് ബൈ ദ അക്യുമുലേറ്റർ. ഇത് രണ്ടുമാണ് ഇത് വരുന്നത് അൺകണ്ടീഷണൽ കോൾ ഇൻസ്ട്രക്ഷൻസിനകത്ത് വരുന്നത്. CALL ആൻഡ് CALA ഇത് രണ്ടുമാണ് അൺകണ്ടീഷണൽ കോൾ ഇൻസ്ട്രക്ഷൻസ് വരുന്നത്. അടുത്തത് when an unconditional return address RET instruction is encountered it is always executed. RET എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ വരികയാണെങ്കിൽ എപ്പോഴും എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. when the return is executed the PC is loaded with a value at the top of the stack and execution resumes at that address. റിട്ടേൺ എന്ന് പറഞ്ഞാൽ RET എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്, ആ പ്രോഗ്രാം കൗണ്ടറിലോട്ട് എന്ത് വരും, ആ ടോപ്പ് ഓഫ് ദ സ്റ്റാക്കിലുള്ള അഡ്രസ്സ് ഏതാണെങ്കിൽ അത് ലോഡ് ചെയ്യും. ദെൻ ആ അഡ്രസ് ലൊക്കേഷനിൽ നിന്ന് എന്ത് ചെയ്യും, എക്സിക്യൂഷൻ റെസ്യൂം ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബ്രാഞ്ചസ്, കോൾസ് ആൻഡ് റിട്ടേൺസിൽ മെയിനായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. അടുത്തത് വരുന്നത്
കണ്ടീഷണൽ ബ്രാഞ്ചസ് ആൻഡ് കണ്ടീഷണൽ റിട്ടേൺസിൽ വരുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് വരുന്നത്. അതിനകത്ത് വരുന്ന കണ്ടീഷണൽ ബ്രാഞ്ച്, കോൾസ് ആൻഡ് റിട്ടേൺസ്, ഇതിനകത്ത് വരുന്നത് EQ എന്ന് പറയുന്നത് ഈക്വൽ ടു അവിടെ കണ്ടീഷൻ വരുന്നത് അക്യുമുലേറ്റർ ACC ഈക്വൽ ടു അത് വരുമ്പോഴാണ്. അപ്പോൾ അക്യുമുലേറ്റർ ഈക്വൽ ടു 0 ആണെങ്കിൽ മാത്രമാണ് എന്ത് വരുന്നത്, കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് ഇത് വരുന്നത്, ഓക്കെ, എക്സിക്യൂഷൻ വരുന്നത്. അതല്ലെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഉള്ളൂ എന്ത് വരുന്നത്, എക്സിക്യൂഷൻ വരുന്നത്. ഈക്വൽ ടു EQ എന്ന് പറയുന്നത് അക്യുമുലേറ്റർ ഈക്വൽ ടു 0. അടുത്ത് വരുന്ന NEQ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ എന്ന് പറയുന്നത് അക്യുമുലേറ്റർ വാല്യൂ നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, അടുത്തത് വരുന്ന LT എന്ന് പറയുന്നത് ലെസ് ദാൻ, അക്യുമുലേറ്റർ ലെസ് ദാൻ 0. LEQ എന്ന് പറയുന്നത് അക്യുമുലേറ്റർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. GT എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0. GEQ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇങ്ങനെയുള്ള കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ എന്ത് വരുന്നത്, ബ്രാഞ്ചസും കോൾസും റിട്ടേൺസ് എന്ന് പറയുന്ന ഈ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അടുത്തത് വരുന്നത് റിപ്പീറ്റിംഗ് എ സിഗ്നൽ ഇൻസ്ട്രക്ഷൻസ് ആണ്. ദ C24x റിപ്പീറ്റ് ഇൻസ്ട്രക്ഷൻ RPT നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അലൗസ് ദ എക്സിക്യൂഷൻ ഓഫ് എ സിംഗിൾ ഇൻസ്ട്രക്ഷൻ n+1 ടൈം വെർ n ഈസ് സ്പെസിഫൈഡ് ആസ് ആൻ ഓപ്പറൻഡ് ഓഫ് ദ RPT ഇൻസ്ട്രക്ഷൻ. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു RPT എന്ന് പറയുന്ന റിപ്പീറ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത് അലൗസ് ദ എക്സിക്യൂഷൻ ഓഫ് ഒരേ ഇൻസ്ട്രക്ഷനെ തന്നെ n+1 ടൈംസ് എന്ത് ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നത്. വെർ n ഈസ് സ്പെസിഫൈഡ് ആസ് ആൻ ഓപ്പറൻഡ് ഓഫ് ദ RPT ഇൻസ്ട്രക്ഷൻ്റെ ഓപ്പറൻ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടും എന്നിൻ്റെ വാല്യൂ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ദെൻ വെൻ RPT ഈസ് എക്സിക്യൂട്ടഡ് റിപ്പീറ്റ് കൗണ്ടർ RPTC ഈസ് ലോഡഡ് വിത്ത് ദ വാല്യൂ ഓഫ് n. RPT ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, RPTC കൗണ്ടറിൽ എന്ത് ചെയ്യും, എന്നിൻ്റെ വാല്യൂ ലോഡ് ചെയ്യും. ഓക്കെ, ഇനി ഈ RPTC ഈസ് ദെൻ decremented by the time the repeated instruction is executed until RPTC equal to 0. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്. അടുത്തത് വരുന്നത് നമുക്ക് ഇൻട്രപ്റ്റ്സ് ആണ്. ഇൻട്രപ്റ്റ്സിനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. ഇൻട്രപ്റ്റ്സ് എന്ന് പറയുന്നത് the C24x DSP supports the both hardware and software interrupts. ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സിനും സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഇൻട്രപ്ഷൻ വരിക. ഓക്കെ, അപ്പോൾ അത് ഹാർഡ്വെയർ ആവാം, സോഫ്റ്റ്വെയർ ആവാം. ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സ് എന്ന് പറയുന്നത് അതിനകത്ത് ഹാർഡ്വെയർ INT1 to INTA6 along with NMI നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ്, TRAP ട്രാപ്പ്, റീസെറ്റ് RS പ്രൊവൈഡ് എ ഫ്ലെക്സിബിൾ ഇൻട്രപ്റ്റ് സ്കീം. അതാണ് ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സിൽ വരുന്നത്. ഇനി അടുത്തത് വരുന്നത് സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്സ് ആണ്. സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്സ് ഓഫർ ഫ്ലെക്സിബിലിറ്റി ടു ആക്സസ് ഇൻട്രപ്റ്റ് വെക്ടേഴ്സ് യൂസിങ് സോഫ്റ്റ്വെയർ ഇൻസ്ട്രക്ഷൻസ്. നമുക്ക് സോഫ്റ്റ്വെയർ ഇൻസ്ട്രക്ഷൻസ് വഴി ഇൻട്രപ്റ്റ്സ് കൊടുക്കുന്നതാണ് സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്സ് വരുന്നത്. Since most of the C24x DSP come with multiple peripherals, the core interrupts are expanded using additional system or peripheral interrupt logic. നമുക്കറിയാം C24 DSP പ്രോസസ്സർ മൾട്ടിപ്പിൾ പെരിഫറൽസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കോർ ഇൻട്രപ്റ്റ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം യൂസിങ് അഡീഷണൽ സിസ്റ്റം ഓർ പെരിഫറൽ ഇൻട്രപ്റ്റ് ലോജിക്ക്. അടുത്തത് ഓൾതോ ദ കോർ ഇൻട്രപ്റ്റ്സ് ആർ ദ സെയിം, ദ പെരിഫറൽ ഇൻട്രപ്റ്റ് സ്ട്രക്ചർ വാരീസ് ഹൈലി എമംഗ് C24.0 ആൻഡ് C24x ക്ലാസ് ഓഫ് DSP കൺട്രോളേഴ്സ്. അതായത് രണ്ട് C24.0യിലും C24xലും ഇൻട്രപ്റ്റ്സ് കോർ ഇൻട്രപ്റ്റ്സ് സെയിം ആണെങ്കിൽ പോലും പെരിഫറൽ ഇൻട്രപ്റ്റ്സ് സ്ട്രക്ചർ എന്ത് ചെയ്യുന്നത് വേരിയേഷൻ വരുന്നുണ്ട്. The maskable core interrupt structure is supported by two registers, IFR and IMR, interrupt mask register and interrupt flag register. ഈ രണ്ടെണ്ണമാണ്
അടുത്തത് വരുന്നത് കോർ ഇൻട്രപ്റ്റ് ലോജിക് ഹാസ് ഗ്ലോബൽ ഇൻട്രപ്റ്റ് എനേബിൾ ബിറ്റ് ഇൻ ദ ST രജിസ്റ്റർ. ST രജിസ്റ്ററിൽ ഒരു കോർ ഇൻട്രപ്റ്റ് ഗ്ലോബൽ ഇൻട്രപ്റ്റ് എനേബിൾ ബിറ്റ് ഉണ്ട്. കോർ ഇൻട്രപ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് INT1 to INT6 അതാണ് കോർ ഇൻട്രപ്റ്റ് വരുന്നത്. അടുത്ത ഇൻട്രപ്റ്റ് ലൊക്കേഷൻസ് ആൻഡ് പ്രയോറിറ്റി. ഇൻട്രപ്റ്റിന് പ്രയോറിറ്റി ഉണ്ട്. ഏത് ഇൻട്രപ്റ്റ് എന്നാണ് ഹയസ്റ്റ് പ്രയോറിറ്റി, ഏതിനാണ് ലോവസ്റ്റ് പ്രയോറിറ്റി, അതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കോളംസ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് K എന്ന് പറയുന്നത് ആ Kയുടെ വാല്യൂ അനുസരിച്ചിട്ടാണ് ഏത് വെക്റ്റർ ലൊക്കേഷനിലോട്ടാണ് പോകുന്നത് എന്നുള്ളത് തീരുമാനിക്കുന്നത്. താഴെ കാണിച്ചിട്ടത് K വാല്യൂ ദ ഓപ്പറൻറ്റ് യൂസ്ഡ് ഇൻ ദ INTR ഇൻസ്ട്രക്ഷൻ that branches to the corresponding interrupt vector location. ഓക്കെ, അപ്പോൾ K 0 ആണെങ്കിൽ 0H എന്ന് പറഞ്ഞ വെക്റ്റർ ലൊക്കേഷനിലോട്ട് പോകും. അവിടെയുള്ള ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത് RS ബാറാണ്. RS ബാർ എന്ന് പറയുന്നത് ആക്റ്റീവ് ലോ, RS എന്ന് പറഞ്ഞാൽ റീസെറ്റ്. അതിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി വരുന്നത്. ഇറ്റ് ഈസ് ഹാർഡ്വെയർ റീസെറ്റ് ആണ്, നോൺ മാസ്കബിൾ ആണ്. അതായത് ആ ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് മാസ്ക് ചെയ്യാനൊന്നും പറ്റില്ല, അത് എന്തായാലും ചെയ്തേ പറ്റൂ. ഓക്കെ, അതാണ് നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് Kയുടെ വാല്യൂ ഇപ്പോൾ 1 ആണെങ്കിൽ Kയുടെ വാല്യൂ 1 ആണെങ്കിൽ 2H എന്ന് പറഞ്ഞ വെക്റ്റർ ലൊക്കേഷനിലോട്ടാണ് പോകുന്നത്. അവിടെയുള്ള ഇൻട്രപ്റ്റ് നെയിം എന്ന് പറയുന്നത് INT1 ആണ്. നമ്മളെ ഹാർഡ്വെയർ കോർ ഇൻട്രപ്റ്റാണ് വരുന്നത്. അതിൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് 4 ആണ് വരുന്നത്. പിന്നെ അങ്ങോട്ട് 1, 2, 3 അതായത് INT1 to INT6 വരെയുള്ളതാണ് വരുന്നത് വെക്റ്റർ ലൊക്കേഷൻസ്. 2H, 4H, 6H, 8H, AH, CH എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ. ഇതെല്ലാം മാസ്കബിൾ ഇൻട്രപ്റ്റ് ലെവലാണ്. അത് മാസ്കബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അത് അവിടെ നിന്ന് ഹൈഡ് ചെയ്ത് വെച്ച് പിന്നെ നമുക്ക് ആ ഇൻട്രപ്റ്റ് എക്സിക്യൂട്ട് ചെയ്താൽ മതി. അതാണ് മാസ്കബിൾ ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ പ്രയോറിറ്റി നോക്കുക 4, 5, 6, 7 ആണ് വരുന്നത്. ഫസ്റ്റ് കഴിഞ്ഞാൽ വരുന്നത് 4, 5, 6, 7. അപ്പോൾ 2ഉം 3ഉം വേറെ വരുന്നുണ്ട്, വേറെ ഇൻട്രപ്റ്റ്സ് വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഇൻട്രപ്റ്റ് ലൊക്കേഷൻസ് ആൻഡ് പ്രയോറിറ്റി. അപ്പോൾ ഇത്രയും ആദ്യത്തെ മീൻസ് INT1 to INT6 എന്ന് പറയുന്നത് നമ്മുടെ ഹാർഡ്വെയർ കോർ ഇൻട്രപ്റ്റ്സ് ആണ്. പിന്നെ അത് കഴിഞ്ഞ് 8 വരെയാണ് Kയുടെ വാല്യൂ 8 വരെയാണെങ്കിൽ 10H INT8 ദാറ്റ് ഈസ് യൂസർ ഡിഫൈൻഡ് സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്സും ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സും പറഞ്ഞു. അതിൽ INT8 എന്ന് പറയും യൂസർ ഡിഫൈൻഡ് സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ് ആണ്. 7 എന്ന് പറയുമ്പോൾ വെക്റ്റർ ലൊക്കേഷൻ EH ആണ്. EH എന്ന് പറയുന്നത് അവിടെ നെയിം ഒന്നുമില്ല, പ്രയോറിറ്റി 10 ആയിട്ടുള്ള ഇറ്റ് ഈസ് റിസർവ്ഡ് ആണ്. അത് നമ്മളങ്ങനെ പ്രത്യേകിച്ച് യൂസ് ചെയ്യുന്നൊന്നുമില്ല. ഓക്കെ, പിന്നെ 8 തൊട്ടിട്ട് നമുക്ക് വരുന്നത് യൂസർ ഡിഫൈൻഡ് സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്സ് ആണ് വരുന്നത്. ബാക്കി വരുന്നത് 31 വരെ വരുന്നുണ്ട്. ബാക്കി വരുന്ന ഇൻട്രപ്റ്റ്സ് ആണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് പിന്നെ എന്താണ് പ്രയോറിറ്റി 2ഉം 3ഉം ഒക്കെ ഉള്ളത് കാണിച്ചിട്ടുണ്ട്. പ്രയോറിറ്റി 2 എന്ന് പറയുന്നത് റിസർവ്ഡ് ആയിട്ടുള്ളതാണ്. അതുപോലെ പ്രയോറിറ്റി 3 എന്ന് പറയുന്നത് ട്രാപ്പ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് എല്ലാം പഠിക്കണമെന്നില്ല, നിങ്ങൾ സെലക്റ്റീവായിട്ട് പഠിച്ചിട്ട് എഴുതി വെക്കുക. ഓക്കെ, അടുത്ത് വരുന്നത് CPU ഇൻട്രപ്റ്റ് രജിസ്റ്റേഴ്സ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു 2 CPU ഇൻട്രപ്റ്റ് രജിസ്റ്റേഴ്സ് വരുന്നുണ്ട്. ഒന്ന് ഇൻട്രപ്റ്റ് ഫ്ലാഗ് രജിസ്റ്റർ ദാറ്റ് കണ്ടെയ്ൻസ് ഫ്ലാഗ് ബിറ്റ്സ് ദാറ്റ് ഇൻഡിക്കേറ്റ് വെൻ മാസ്കബിൾ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ഹാവ് റീച്ച്ഡ് ദ CPU ഓൺ ലെവൽസ് INT1 ത്രൂ INT6. ഇൻട്രപ്റ്റ് ഫ്ലാഗ് രജിസ്റ്റർ എന്ന് പറയുന്നത് ഫ്ലാഗ് ബിറ്റ് ഇറ്റ് കണ്ടെയ്ൻസ് ഫ്ലാഗ് ബിറ്റ്സ് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ഒരു മാസ്കബിൾ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് നമ്മൾ ഹാർഡ്വെയർ കോർ ഇൻട്രപ്റ്റിൽ വരികയാണെങ്കിൽ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനുള്ളതാണ് ഇൻട്രപ്റ്റ് ഫ്ലാഗ് രജിസ്റ്റർ എന്ന് പറയുന്നത്. അടുത്ത് വരുന്ന ഇൻട്രപ്റ്റ് മാസ്ക് രജിസ്റ്റർ കണ്ടെയ്ൻസ് മാസ്ക് ബിറ്റ്സ് ദാറ്റ് എനേബിൾ ഓർ ഡിസേബിൾ ഈച്ച് ഓഫ് ദ ഇൻട്രപ്റ്റ് ലെവൽ. INT1 to ത്രൂ INT6 വരെയുള്ള ഇൻട്രപ്റ്റ്സിനെ മാസ്ക് ചെയ്യണോ, അതായത് എനേബിൾ ചെയ്യണോ ഡിസേബിൾ ചെയ്യണോ. മാസ്ക് ബിറ്റ്സ് ദാറ്റ് എനേബിൾ ഓർ ഡിസേബിൾ ഈച്ച് ഓഫ് ദ ഇൻട്രപ്റ്റ് ലെവൽ INT1 to INT6. ഓക്കെ, ഇനി ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. ഇൻട്രപ്റ്റ് ഫ്ലാഗ് രജിസ്റ്റർ എന്ന് പറയുന്നത് എ 16-bit മെമ്മറി മാപ്ഡ് രജിസ്റ്റർ അറ്റ് address 0006H in data memory space is used to identify and clear pending interrupts. അതായത് ഏതൊക്കെ ഇൻട്രപ്റ്റ്സ് പെൻഡിങ് ഉണ്ടോ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും അത് ക്ലിയർ ചെയ്യാനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇൻട്രപ്റ്റ് ഫ്ലാഗ് രജിസ്റ്റർ. ഇറ്റ് ഈസ് എ 16-bit മെമ്മറി മാപ്ഡ് രജിസ്റ്റർ ആണ്. ഓക്കെ, IFR കണ്ടെയ്ൻസ് ഫ്ലാഗ് ബിറ്റ്സ് ഓർ ഓൾ ദ മാസ്കബിൾ ഇൻട്രപ്റ്റ്സ്. IFRനകത്ത് ഫ്ലാഗ് ബിറ്റ്സ് ഫോർ അതായത് എല്ലാ മാസ്കബിൾ ഇൻട്രപ്റ്റ്സിനുമുള്ള ഫ്ലാഗ് ബിറ്റ്സ് ആണ് IFRൽ ഉള്ളത്. വെൻ എ മാസ്കബിൾ ഇൻട്രപ്റ്റ് ഈസ് റിക്വസ്റ്റഡ് ദ ഫ്ലാഗ് ബിറ്റ് ഇൻ ദ കറസ്പോണ്ടിങ് കൺട്രോൾ രജിസ്റ്റേഴ്സ് ഈസ് സെറ്റ് ടു 1. മാസ്കബിൾ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കറസ്പോണ്ടിങ് രജിസ്റ്ററിനകത്തുള്ള ഫ്ലാഗ് ബിറ്റ് എന്തായിരിക്കും? ഈസ് സെറ്റ് ടു 1. ഇഫ് ദ മാസ്ക് ബിറ്റ് ഇൻ ദാറ്റ് സെയിം കൺട്രോൾ രജിസ്റ്റർ ഈസ് ഓൾസോ 1,
The interrupt request is sent to the CPU setting the corresponding flag in the IFR. ഓക്കെ, അപ്പോൾ മാസ്ക് ബിറ്റും 1 ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് CPU സെൻഡ് ചെയ്യും ബൈ സെറ്റിംഗ് ദ കറസ്പോണ്ടിങ് ഫ്ലാഗ് ഇൻ ദ IFR ഈസ് 1. ഓക്കെ, അടുത്ത വരുന്നത് ദിസ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഇൻറ്ററപ്റ്റ് ഈസ് പെൻഡിങ് ഓർ വെയിറ്റിംഗ് ഫോർ അക്നോളജ്മെൻറ്റ്. ഇതിൻ്റെ അർത്ഥം എന്താ? ഇൻറ്ററപ്റ്റ് പെൻഡിങ് ആണ് അല്ലെങ്കിൽ അക്നോളജ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്നാണ് ഇത് മീൻ ചെയ്യുന്നത്. Then you can read the IFR to identify pending interrupts and write to the IFR to clear pending interrupts. നമുക്ക് എത്ര പെൻഡിങ് ഇൻറ്ററപ്റ്റ്സ് ഉണ്ടോയെന്ന് അറിയാൻ വേണമെങ്കിൽ IFR റീഡ് ചെയ്താൽ മതി. അതുപോലെ തന്നെ പെൻഡിങ് ഇൻറ്ററപ്റ്റ്സ് ക്ലിയർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം? IFRലോട്ട് 1 റൈറ്റ് ചെയ്യുക. ടു ക്ലിയർ എ സിംഗിൾ ഇൻറ്ററപ്റ്റ് റൈറ്റ് 1 ടു ദ കറസ്പോണ്ടിങ് IFR ബിറ്റ്. 1 റൈറ്റ് ചെയ്യുക ക്ലിയർ ചെയ്യണമെങ്കിൽ. ഓൾ പെൻഡിങ് ഇൻറ്ററപ്റ്റ്സ് ക്യാൻ ബി cleared by writing the current contents of the IFR back into the IFR. നമുക്ക് എല്ലാ ഇൻറ്ററപ്റ്റ്സും ക്ലിയർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? കറണ്ട് കണ്ടൻറ്റ് ഓഫ് IFR അതിലോട്ട് തന്നെ റൈറ്റ് ചെയ്യുക. ഓക്കെ, എ ഡിവൈസ് റീസെറ്റ് ക്ലിയേഴ്സ് ഓൾ IFR ബിറ്റ്സ്. ഡിവൈസ് റീസെറ്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്ത് ചെയ്യും? എല്ലാ ഇൻറ്ററപ്റ്റ്സിനെയും എന്ത് ചെയ്യും? ക്ലിയർ ചെയ്യും. ഇനി ഇൻറ്ററപ്റ്റ് ഫ്ലാഗ് രജിസ്റ്ററിൻ്റെ ഒരു സ്ട്രക്ചറാണ് കാണിച്ചിരിക്കുന്നത്. മൊത്തം 16 ബിറ്റിൽ 15 to 6 ബിറ്റ്സ് എന്ന് പറയുന്നത് റിസർവ്ഡ് ആണ്. ബാക്കി വരുന്ന ബിറ്റ്സ് 0 to 5 ബിറ്റ്സ് നമുക്ക് INT 1 to INT 6 വരെയുള്ള ഇൻറ്ററപ്റ്റ്സ് പിൻസായിട്ട് യൂസ് ചെയ്യുന്നു. ഓക്കെ, ഹാർഡ്വെയർ ഇൻറ്ററപ്റ്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നു. അടുത്ത് വരുന്നത് ഇൻറ്ററപ്റ്റ് മാസ്ക് രജിസ്റ്ററാണ്. ഇൻറ്ററപ്റ്റ് മാസ്ക് രജിസ്റ്റർ IMR എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ 16-bit മെമ്മറി മാപ്ഡ് രജിസ്റ്റർ located at address 0004H in data memory space, and the IMR contains mask bits for all the maskable interrupts level INT1 to INT6. ഇവിടെ നമ്മൾ നേരത്തെ IFR പറഞ്ഞ പോലെ തന്നെ ഇവിടെ IMR contains mask bit for all the maskable interrupt levels. അടുത്ത വരുന്നത് neither NMI non maskable interrupt or nor RS reset included in IMR. Thus IMR has no effect on these interrupts. NMIയും RSും IMRനെ എഫക്റ്റ് ചെയ്യുന്നില്ല. You can read the IMR to identify masked or unmasked interrupt levels, and you can write to the IMR to mask or unmask interrupt levels. നമുക്ക് എന്ത് ചെയ്യാം? ഏതൊക്കെയാണ് അൺമാസ്ക് ചെയ്യേണ്ടതെന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ IMR റീഡ് ചെയ്താൽ മതി. അതുപോലെ തന്നെ അൺമാസ്ക് ചെയ്യണമെങ്കിൽ IMRലോട്ട് റൈറ്റ് ചെയ്യുക. To unmask an interrupt level, set its corresponding IMR bit to 1. To mask an interrupt level, set its corresponding IMR bit to 0. Okay. When an interrupt is masked, it is not acknowledged regardless of the value of the INTM bit. മാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുന്നില്ല? അക്നോളജ് ചെയ്യുന്നില്ല ഇൻറ്ററപ്റ്റ്. അത് INTM ബിറ്റിൻ്റെ വാല്യൂ എന്തോ ആയിക്കോട്ടെ, എന്ത് ചെയ്യുന്നില്ല? അക്നോളജ് ചെയ്യുന്നില്ല. അത് മാസ്ക് ചെയ്ത് കിടക്കും. ഓക്കെ, when an interrupt is unmasked, it is acknowledged if the corresponding IFR bit is 1 and INTM bit is 0. ഇനി ഒരു ഇൻറ്ററപ്റ്റ് അൺമാസ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴാണ് അക്നോളജ് ചെയ്യുന്നത്? കറസ്പോണ്ടിങ് IFR ബിറ്റ് 1 ആയിരിക്കണം, INTM ബിറ്റ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. At reset, the IMR bits are all set to 0, masking all the maskable interrupts. റീസെറ്റ് വന്നു കഴിഞ്ഞാൽ എന്താ വരുന്നത്? IMR bits are all set to 0, masking all the maskable interrupts. ഓക്കെ, ഇനി ഇത് കാണിക്കുന്നത് ഇൻറ്ററപ്റ്റ് മാസ്ക് രജിസ്റ്ററിൻ്റെ സ്ട്രക്ചറാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു 16 ബിറ്റ് ആണെന്ന് പറഞ്ഞു. അതിനകത്ത് 15 to 16 ബിറ്റ്സ് എന്താണ്? റിസർവ്ഡ് ആണ്. ബാക്കി വരുന്ന 0 to 5 വരെയുള്ള ബിറ്റ്സ് ആണ് എന്ത് വരുന്നത്? INT1 to INT6 വരെയുള്ള ഇൻറ്ററപ്റ്റ്സ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് IMR വരുന്നത്. അടുത്തത് വരുന്നത് അസംബ്ലി ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഏതൊക്കെയാണ് C24xൽ വരുന്ന ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അസംബ്ലി ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻസ് എന്ന് നോക്കാം. ദീസ് ഇൻസ്ട്രക്ഷൻ സെറ്റ്സ് ഓഫ് C24x സപ്പോർട്ട്സ് ന്യൂമറിക്കലി ഇൻറ്റൻസീവ് സിഗ്നൽ പ്രോസസ്സിംഗ് ഓപ്പറേഷൻസ് ആസ് വെൽ ആസ് ജനറൽ പർപ്പസ് ആപ്ലിക്കേഷൻസ് സച്ച് ആസ് മൾട്ടി പ്രോസസ്സിംഗ് ആൻഡ് ഹൈ സ്പീഡ് കൺട്രോൾ.
ഇതെല്ലാം ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. C24x ഇൻസ്ട്രക്ഷൻ സെറ്റ് ഈസ് എ കോമ്പാറ്റബിൾ വിത്ത് C2x ഇൻസ്ട്രക്ഷൻ സെറ്റ്. കോഡ് റിട്ടൺ ഫോർ ദ C2x ക്യാൻ ബി റിസംബ്ലഡ് ടു റൺ ഓൺ ദ C24x. C2xൻ്റെയും C24xൻ്റെയും ഇൻസ്ട്രക്ഷൻ സെറ്റ് ഓൾമോസ്റ്റ് സെയിം ആണ്. അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് അല്ല. അതുപോലെ C5x ഇൻസ്ട്രക്ഷൻ സെറ്റ് ഈസ് എ സൂപ്പർ സെറ്റ് ഓഫ് that of the C24x. Thus code written for the C24x can upgraded to run on a C5x processor ഉള്ളതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സൂപ്പർ സെറ്റ് ഓഫ് ദാറ്റ് ഓഫ് C24x ആണ്. 2 പോയിൻറ്റ്സ് മാത്രം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല ജസ്റ്റ് മെൻഷൻ ചെയ്തെന്ന് മാത്രം. അടുത്ത് വരുന്നത് അസംബ്ലി ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻ ക്ലാസിഫൈഡ് അണ്ടർ ദ ഫോളോയിങ് ഫങ്ഷണൽ ഹെഡ്സ്. 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. അക്യുമുലേറ്റർ, അരിത്മെറ്റിക് ആൻഡ് ലോജിക് ഇൻസ്ട്രക്ഷൻസ് ആദ്യത്തെ വരുന്നത്. അടുത്ത വരുന്നത് ഓക്സിലറി രജിസ്റ്റർ ആൻഡ് ഡാറ്റാബേസ് പോയിൻ്റർ ഇൻസ്ട്രക്ഷൻസ്, അതാണ് രണ്ടാമത്തത് വരുന്നത്. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് ട്രെഗ്, പ്രഗ് ആൻഡ് മൾട്ടിപ്ലൈ ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, അതാണ് മൂന്നാമത്തെ വരുന്നത്. നാലാമത്തെ വരുന്നത് ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ്, ദെൻ കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ്, IO ആൻഡ് മെമ്മറി ഓപ്പറേഷൻ. അടുത്ത ക്ലാസിഫിക്കേഷൻ പറയുന്നതിന് മുന്നേ ചില ഇമ്പോർട്ടൻ്റ് അസംബ്ലി ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻസ് നോക്കാം. ACC എന്ന് പറയുന്നത് അക്യുമുലേറ്റർ ആണ്. AR എന്ന് പറയുന്നത് ഓക്സിലറി രജിസ്റ്റർ ആണ്. ARX എന്ന് പറയുന്നത് 3-bit വാല്യൂ യൂസ്ഡ് ഇൻ ദ LAR ആൻഡ് SAR ഇൻസ്ട്രക്ഷൻസ് ടു ഡെസിഗ്നേറ്റ് മാച്ച് ഓക്സിലറി രജിസ്റ്റർ വിൽ ബി ലോഡഡ്. അതുപോലെ ബിറ്റെക്സ്, CM അങ്ങനെയുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അസംബ്ലി ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻസ് നോട്ട് ചെയ്ത് വെക്കുക നിങ്ങൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ. അത് കഴിഞ്ഞ് ക്ലാസിഫിക്കേഷനും നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇതുപോലെ വരുന്നതാണ് പിന്നെ IEEE, പിന്നെ ഷിഫ്റ്റ്, TP എന്ന് പറഞ്ഞുള്ള ഇൻസ്ട്രക്ഷൻസൊക്കെ എല്ലാം നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയുന്നില്ല, കാരണം എന്താ വെച്ചാൽ നമ്മൾ ജസ്റ്റ് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ മാത്രമേ ഉള്ളൂ ഈ വീഡിയോ പറയുന്നത്. അടുത്ത വരുന്നത് അക്യുമുലേറ്റർ ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞ 6 ക്ലാസിഫിക്കേഷനകത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ്. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഒരു 3-4 ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഒരു 5 ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ പഠിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അതിൻ്റെ ഓപ്പറേഷൻ വൈസും കാര്യങ്ങളൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. വേറൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ മാത്രമേ ഇപ്പോൾ ഇത് പഠിക്കുന്നുള്ളൂ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അരിത്മെറ്റിക്, അക്യുമുലേറ്റർ, അരിത്മെറ്റിക് ആൻഡ് ലോജിക് ഇൻസ്ട്രക്ഷൻസ്, ആഡ്, ADDC അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസാണ് ഇതിനകത്ത് വരുന്നത്. ഏതെങ്കിലും ഒരു 4-5 ആയിട്ട് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. അതിൽ തന്നെയുള്ള വേറെ ഇൻസ്ട്രക്ഷൻസാണ് XOR, XALR എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഇല്ലേ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ സെലക്റ്റീവായിട്ട് കുറച്ച് പഠിക്കുക. എന്നിട്ട് അക്യുമുലേറ്റർ ആൻഡ് അരിത്മെറ്റിക് ലോജിക് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് സെലക്റ്റീവായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, അടുത്ത് വരുന്ന ഓക്സിലറി രജിസ്റ്റർ ഇൻസ്ട്രക്ഷൻസ് ആണ് വരുന്നത്. അതിനകത്ത് വരുന്ന ഇൻസ്ട്രക്ഷൻസാണ് ADRK, അതുപോലെ BANZ, CMPR എന്ന് പറഞ്ഞാൽ കമ്പയർ. മറ്റതെല്ലാം അതിന് ADRK എന്ന് പറയുന്നത് ആഡ് കോൺസ്റ്റൻറ്റ് ടു ദ കറണ്ട് AR. BANZ എന്ന് പറയുന്നത് ബ്രാഞ്ച് ഓൺ ഇൻട്രപ്റ്റ്, AR നോട്ട് 0. ഓക്കെ, അങ്ങനെ എല്ലാത്തിൻ്റെയും എക്സ്പ്ലനേഷൻ അവിടെ കാണിച്ചിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ അവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ചെണ്ണം പഠിച്ചു വെക്കുക. ഒരു 5-6 ഇൻസ്ട്രക്ഷൻസ് പഠിച്ചു വെക്കുക. പിന്നെ ക്വസ്റ്റ്യൻസ് ക്ലാസിഫൈ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ അബൌട്ട് ഇൻസ്ട്രക്ഷൻ സെറ്റ്സ് എന്ന് പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഇൻ C24x എന്ന് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കാറ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കുക. 10 മാർക്സ് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്നതിനനുസരിച്ചിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഇത് ഞാൻ നിങ്ങൾക്ക് തന്ന PDF-നകത്ത് ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ അതിനകത്തുനിന്ന് നോക്കുക. ഓക്കെ, അതുപോലെ അടുത്ത് വരുന്നത് TREG, PREG ആൻഡ് മൾട്ടിപ്ലൈ ഇൻസ്ട്രക്ഷൻസ് വരുന്നതാണ്. അതും ഇതുപോലെ തന്നെ സെലക്റ്റീവായിട്ട് പഠിച്ചു വെക്കുക. ഒരു 5-6 ഇൻസ്ട്രക്ഷൻസ് എന്തായാലും പഠിച്ചു വെക്കുക. അതിൻ്റെ ഡിസ്ക്രിപ്ഷനും പഠിച്ചു വെക്കുക. ഓക്കെ, TREG എന്ന് പറയുന്നത് ടെമ്പററി രജിസ്റ്റർ ആണ്. PREG എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് രജിസ്റ്റർ ആണ്. ആൻഡ് മൾട്ടിപ്ലൈ ഇൻസ്ട്രക്ഷൻസ് വരുന്നത്. ഓക്കെ, അടുത്ത വരുന്നത് ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു
കോൾ റിട്ടേൺ, ബ്രാഞ്ച് കോൾ റിട്ടേൺ, ഈ സംഭവങ്ങളെല്ലാം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് വരുന്നതാണ് ബി എന്ന് പറയുന്നത് ബ്രാഞ്ച് അൺകണ്ടീഷണലി ഇൻഡയറക്റ്റ് ആണ്. BACC എന്ന് പറയുന്നത് ബ്രാഞ്ച് ഇൻ അഡ്രസ് സ്പെസിഫൈഡ് ബൈ ACC ആണ്. ACC ഒക്കെ എന്താണെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു. അത് മതി. BANZ ഉണ്ട്, BCHD ഉണ്ട്, CALA കോൾ ഇൻസ്ട്രക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. CC എന്ന് പറയുന്നത് കോൾ ഇമ്മീഡിയറ്റിൽ, INTR, NMI അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ്, ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസിനടുത്ത് വരുന്നത്. ഓക്കെ, അടുത്ത് വരുന്നത് കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ് ആണ്. എഗെയിൻ ഇതുപോലെ കുറേ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അതിനകത്തുനിന്ന് നിങ്ങൾ സെലക്റ്റീവായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഞാനത് ഓരോന്നും ഡീറ്റെയിൽഡായിട്ട് പറയുന്നില്ല, നമുക്ക് അത്രയും ഡീറ്റെയിൽഡായിട്ട് ആവശ്യമില്ല, എന്നാൽ അതിനെക്കുറിച്ച് അറിയും വേണം, അതുകൊണ്ടാണ്. ഓക്കെ, ഇനി അടുത്തത് വരുന്ന IO മെമ്മറി ഇൻസ്ട്രക്ഷൻസ് ആണ്. അതിനകത്തും ഇതുപോലെ പറഞ്ഞ പോലെ തന്നെ കുറേ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. BLDD, അതിൻ്റെയൊക്കെ ഡിസ്ക്രിപ്ഷൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. BLPD, DMOV, IN എന്ന് പറയുന്നത് ഇൻപുട്ട് ഡാറ്റ ഫ്രം IO ലൊക്കേഷൻ, ഔട്ട് എന്ന് പറയുന്ന ഔട്ട്പുട്ട് ഡാറ്റ ടു പോർട്ട്, പിന്നെ TBLR, TBLW ഒക്കെ നമ്മൾ നേരത്തെ ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടോ. ടേബിൾ റീഡ്, ടേബിൾ റൈറ്റ് ഒക്കെയാണ് സംഭവം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള IO മെമ്മറി ഇൻസ്ട്രക്ഷൻസ്, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ നേരത്തെ പറഞ്ഞ പോലെ പറയുന്നില്ല, നിങ്ങൾ ഇൻസ്ട്രക്ഷൻസ് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അതിൻ്റെ ഇൻസ്ട്രക്ഷൻ നെയിമും അതിൻ്റെ നിമോണിക്സും, അത് കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനും, വേർഡ്, സൈക്കിൾസ്, ഓപ്പ് കോഡ് അത്ര പഠിക്കണം എന്നില്ല, ഇത്രയും സംഭവങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് അസംബ്ലി ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻസ് വരുന്നത്. അപ്പോൾ ഇത് ഡീറ്റെയിൽഡായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ.